ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 7:30 ആയിട്ടുണ്ട്. ഒരു 6 മണി തൊട്ട് അലാറം ഇരിക്കുകയാണ്. 6 6:30 7 ആവാറായപ്പോൾ ഞാൻ എണീറ്റ്. ഇപ്പോഴും എണീക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ വിചാരിച്ച് ഇനി എണീറ്റില്ലെങ്കിൽ ഇന്നലെ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കില്ല അന്നത്തെ ദിവസം. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധം പിടിച്ചിങ്ങനെ എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ബോധം വന്നിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഇനി പോയി നമുക്ക് ഫ്രഷ് ആയിട്ട് അതെന്താ പല്ലൊക്കെ തേച്ച് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അയ്യോ, പല്ലേച്ച സുന്ദരിയാവും. അപ്പം ഞാനിങ്ങനെ അടുത്ത് യൂണിഫോം ഇടാൻ വേണ്ടി പോകാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു പെട്ടെന്ന് ഇന്നലെ എനിക്ക് ഒരു ഷോർട്സ്, ഞാൻ പ്രീവിയസ് ഷോർട്സിന് റിപ്ലൈ ആയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ, രാവിലെ കുളിയൊന്നും ഇല്ലല്ലേ ഇത്. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ചുമ്മാ ഇങ്ങനെ ചിരി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്തോ പോലെ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് കുളി രാവിലെ തൊട്ട് ഷിഫ്റ്റ് ആയാലും ഒന്ന്. പണ്ട് ഞാൻ ഇങ്ങനെ രാവിലെ ആയിരുന്നു കുളിക്കാറ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്രഷ് ആവും നമ്മൾ, അതൊക്കെ സത്യം തന്നെ. പിന്നെ എവിടെയോ വെച്ച് എൻ്റെ കുളി വൈറ്റിലോട്ട് ഷിഫ്റ്റാക്കി. പിന്നെ ഈ കമൻറ്റ് ഇട്ടപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് എന്നാൽ ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് പഴയ പോലെ കുളിയൊക്കെ രാവിലെ തൊട്ട് ഷിഫ്റ്റായി ആ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടിപ്പോയാലോ എന്നൊക്കെ. സോ ഞാൻ ഇന്ന് തൊട്ട് രാവിലെ കുളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വ്യൂ അത്ര കൊള്ളത്തൊന്നുമില്ല. ഇവിടെ ഒന്നും കാണിക്കല്ലെന്നാണ് വാർഡൻ പറഞ്ഞേക്കണത്. സോ കൂടുതൽ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. ആഹാ, എന്താ ഒരു ഫ്രഷ്നെസ്. ഇനി അടുത്ത് നമുക്ക് ബൈബിൾ വായിച്ചിട്ട് തുടങ്ങാം. ഈ ശീലമൊന്നും എനിക്ക് ഒരാഴ്ച കൊണ്ട് ഇല്ലായിരുന്നു. ഒരാഴ്ച കൊണ്ട് മീൻസ് ഇന്നല്ലാതെ ഇന്നലെ തൊട്ടുള്ള ഒരാഴ്ച കൊണ്ട് ഞാൻ എന്നും 8 മണിക്കാണ് എണീക്കാറ്. അപ്പോൾ ഇതൊന്നും ഇല്ല, പെട്ടെന്ന് യൂണിഫോം എടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നോട്ട് ഞാൻ എല്ലാം ബാക്ക് ടു എൻ്റെ ട്രാക്കിലോട്ട് കൊണ്ടുവരികയാണ്. ബൈബിൾ വായിക്കണം, കുറച്ച് എഴുതാനുണ്ട്. മീൻസ് എനിക്കത് ജേർണലിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അത്ര ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ ഡയറി എഴുതുമല്ലോ, ഡയറി എഴുതാനുണ്ട്. അപ്പം നീ അതൊക്കെ ചെയ്യട്ടെ. സോ നെക്സ്റ്റ് നമ്മൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ഇന്ന് മറന്നുപോയതാണ്. സാധാരണ ചെയ്യാറുള്ളത് കുളി കഴിഞ്ഞ ഉടനെ ആണ് ഇത് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണത്. അയ്യോ, അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണതിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി. വേറെ ഒന്നുമില്ല, ഞാൻ സെറ്റാഫില്ലാണ് യൂസ് ചെയ്യണം മോയ്സ്ചറൈസറായിട്ട്. പിന്നെ അതാ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. ഇത് രണ്ടുമാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ സ്കിൻ കെയറിലുള്ളത്. വേറെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളല്ല, വേറെ ഒരു സാധനം കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദ വേ ആണ്, എത്തും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എന്താ റെഡിയായി. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 8:30 ആയിട്ടുണ്ട്. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് പ്രോപ്പർ ഷുഗർ കട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് വേറെ ഷുഗറൊന്നും കഴിക്കണില്ല, ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഇപ്പോഴൊരു ഡയറി മിൽക്കോ എനിക്കിഷ്ടമുള്ള എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കാറില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നും ട്യൂസ്ഡേ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രെഡാണ്. ബ്രെഡിൽ പിന്നെ ഷുഗർ കണ്ടൻ്റ് ഉണ്ടല്ലോ, പക്ഷെ അത് കഴിക്കാതെ വേറെ വഴിയില്ല. നല്ല വിശപ്പുമാണ്.
ട്യൂസ്ഡേ അല്ല കേട്ടോ, വെനസ്ഡേ. ഇന്ന് ബ്രെഡാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് കുറച്ച് നേരത്തേക്ക്, അതായത് മോർണിംഗ് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ ആണ്. എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സമയമില്ല, ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ക്ലാസ്സാണ് മോർണിംഗ് ഫുള്ള്. പോട്ടെ. അപ്പം രാവിലെ പ്രിൻസിയുടെ ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്ത് എന്നത്തേക്കോ മാറ്റി. അത് കഴിഞ്ഞിട്ട് സാധാരണ യൂഷ്വൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. ചെറുതായിട്ടൊരു 5 മിനിറ്റ് ഞാനൊന്ന് ഉറങ്ങി. നല്ല ഉറക്കം വന്ന് ക്ലാസ്സിൽ ഇരുന്നപ്പോഴേക്ക്. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ ഞാൻ കിടന്ന് കുറച്ച് ഉറങ്ങി, കുറച്ച് എഡിറ്റ് ചെയ്ത് അതൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ ടൈമായി, അത് കഴിക്കണം. അത്ര നല്ല ഫുഡല്ല ഇന്ന് ഉച്ചത്തത്, നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കുറേ നാൾക്ക് ശേഷം രാവിലെ കുളിച്ചിട്ട് ആദ്യം എന്നെ കണ്ടത് നന്ദുവാണ്. നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയല്ലേ, നീ ഇപ്പോൾ ഉറങ്ങിണീറ്റതേ ഉള്ളൂ? അപ്പം ഞാൻ പറഞ്ഞല്ല, 7:30 എണീറ്റ്. നിന്നെ ഇപ്പോൾ കണ്ട ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് പറഞ്ഞ പോലെ ഉണ്ട് ഉറങ്ങി എണീറ്റിട്ട്. അതോടെ ചങ്ക് തളർന്നു പോയി. എന്നിട്ട് പിന്നെ കോളേജിൽ പോയപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും. കുളിച്ചില്ലേ, അല്ല ഉറങ്ങി എണീറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അതെന്താണെന്തോ ഞാൻ ഉറങ്ങി എണീറ്റ പോലെ ഇരിക്കണം. സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അല്ല, 2 സാധനങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞ കോസ്മെറ്റിക്സും, ഒരെണ്ണം സർപ്രൈസ്. അതിപ്പോൾ കാണിച്ചിട്ടില്ല. ഇതാണ് സാധനം. തളർന്നു. ഇന്ന് 2 പാർസൽ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഓർഡർ ചെയ്ത ടോണറാണ്. നമുക്കപ്പം അൺബോക്സ് ചെയ്യാം. ഒരെണ്ണം എന്താ, പ്ലമ്മിൻ്റെ ടോണർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ടോണർ യൂസ് ചെയ്യാൻ പോണത്. ഞാൻ ഇതുവരെ അങ്ങനെ സ്കിൻ കെയർ അത്ര കാര്യമായിട്ട് ചെയ്യൂലായിരുന്നു. അപ്പം ഈ വർഷത്തെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയാം, അങ്ങനെയാണ് ഞാൻ ടോണറും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പാക്കേജിങ്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെട്ടി കാണിച്ചു തരാം. ഇത്രയും വലിയൊരു പെട്ടി. അപ്പോൾ ഇത് ഞാൻ സാധനം എന്താണെന്ന് ഇപ്പം കാണിക്കൂല, അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഗസ് ചെയ്യൂ എന്തായിരിക്കുമെന്ന്. സർപ്രൈസാണ്. എനിക്ക് ഒരു സാധനമാണ്, ഇങ്ങനെ അല്ലേ വേണ്ട, ക്ലൂ ഒന്നുമില്ല. ഗസ്. പാക്കേജ് ഇത്രയുണ്ട്, അപ്പോൾ അത് അനുസരിച്ച് ഗസ് ദ പ്രോഡക്റ്റ് എന്തായിരിക്കുമെന്ന്. ഓക്കെ, ഞാനിങ്ങനെ ഫ്രഷ് ഒന്നും ആയില്ല. എനിക്ക് 2 സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുട്ടി നിന്ന്, അങ്ങനെ ഫ്രഷ് ഒന്നും ആയിട്ടില്ല. ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് വേണം. പഠിക്കണോ, എന്തെങ്കിലും നോട്ടോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ എപ്പോഴും ഉറക്കമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടിയാവാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സോ സ്നാക്സ് ടൈമാണ്. ഇന്ന് പരിപ്പുവടയാണുള്ളത്. ഭാഗ്യം, വലിയ പരിപ്പുവട കിട്ടി. ചില ദിവസങ്ങൾ കുഞ്ഞു പരിപ്പുവടയാണ് കിട്ടാറുള്ളത്. പിന്നെ ഞാൻ ചായ കുടിക്കാറില്ല, ഷുഗർ കട്ടായതുകൊണ്ട്. അപ്പം പരിപ്പുവടയും വെള്ളവും. നല്ല മൊരിഞ്ഞ പരിപ്പുവട.
അപ്പം ഞാൻ എന്താ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പഠിക്കണ കാര്യം റിലേറ്റഡ് അല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ ഞാൻ ചെയ്തൊരു സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് അനുപമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെൻ്റെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 4 or 5 ക്ലാസ് തൊട്ട് +2 വരെ നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ എനിക്ക് ഭയങ്കര ഇപ്പം എനിക്ക് കറൻ്റ്ലി ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് അവളുടെയാണ്. നമ്മൾ ഒരു മാസം ഒരു 2-3 പ്രാവശ്യമൊക്കെ വിളിച്ച് ഇതേപോലെ 1-2 മണിക്കൂർ കത്തി വെച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പതിവില്ലാതെ രാത്രി പല്ലൊക്കെ തേച്ച് ഇന്നോട്ട് ഞാൻ പല്ല് തേക്കാനും തീരുമാനിച്ചു. രാവിലെ എല്ലാവരും തേക്കും, രാത്രി പല്ല് തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചെയ്ത് മുടിയൊക്കെ പിന്നിയിട്ട് സെറ്റായി ഇനി ഉറങ്ങാൻ പോവുകയാണ്. സോ ഗുഡ് നൈറ്റ്.